ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ മിസ്റ്റർ ഷെഫ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് എഗ് ബെനഡിക്ട്. വീക്കെൻഡിലേക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് എഗ് ബെനഡിക്ട്. ഇതിന് മെയിൻ ആയിട്ടും രണ്ട് പാർട്ടാണ് ഉള്ളത്. ഒന്ന് ഹോളൻഡൈസ് സോസും രണ്ടാമത്തത് പോച്ച്ഡ് എഗ്ഗുമാണ്. ആദ്യമായി തന്നെ ഹോളൻഡൈസ് സോസ് ഉണ്ടാക്കാനായിട്ട് 100 ഗ്രാം ബട്ടർ എടുത്ത് പാത്രത്തിലിട്ട് മെൽറ്റ് ചെയ്തതിനു ശേഷം എടുത്ത് സൈഡിൽ മാറ്റി വെക്കുക. ഡബിൾ ബോയിലിംഗ് പ്രോസസ്സിനായിട്ട് ഒരു പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് വെക്കുക. അടുത്തതായി 3 എഗ്ഗ് എടുത്ത് ക്രാക്ക് ചെയ്ത് യോക്ക് സെപ്പറേറ്റ് ചെയ്ത് റൗണ്ട് ബോളിലേക്ക് എടുത്തിട്ട് വെക്കുക. സീസൺ ചെയ്യാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനെഗറും കുറച്ച് സോൾട്ടും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഹോളൻഡൈസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിന് പറയുന്നത് ഡബിൾ ബോയിലിംഗ് എന്നാണ്. അപ്പോൾ അതിനായിട്ട് നേരത്തെ നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ച വെള്ളത്തിന് മുകളിലേക്ക് വെച്ച് വിസ്ക് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മെൽറ്റ് ചെയ്ത ബട്ടറിന്റെ പകുതി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വിസ്ക് ചെയ്യാം. ബട്ടർ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ബാക്കിയുള്ള ബട്ടറും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗും ബട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യാണ്ടിരിക്കാനായിട്ട് സൂക്ഷിക്കുക. ഹോളൻഡൈസ് സോസിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ കാണുന്ന മാതിരി സ്പൂണിന്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത് റെഡി ആയിട്ടുണ്ടെന്ന്. എഗ്ഗ് പോച്ച് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3/4 ഭാഗത്തോളം വെള്ളം എടുത്ത് അതിലേക്ക് ഒരു 50 ml വിനെഗർ ഒഴിക്കുക. പോച്ച് ചെയ്യാൻ എളുപ്പത്തിനായി ഒരു 4 എഗ്ഗ് എടുത്ത് ഒരു റൗണ്ട് ബോളിലേക്ക് ക്രാക്ക് ചെയ്ത് റെഡിയാക്കി സൈഡിൽ വെക്കാം. വെള്ളം ബോയിൽ ആയതിനു ശേഷം സ്റ്റൗവ് ഓഫാക്കി വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി ഒരു വേൾപൂൾ ഉണ്ടാക്കുക. വേൾപൂളിന്റെ നടുവിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ക്രാക്ക് ചെയ്ത് വെച്ച എഗ്ഗ് 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കുക. ബൈ ദ വേ, സ്റ്റൗവ് ഓഫാക്കി എന്ന് ഉറപ്പ് വരുത്തുക. വെള്ളം തിളച്ച് എഗ് വൈറ്റ് സെപ്പറേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റൗവ് ഇപ്പോൾ ഓഫാക്കുന്നത്. പാത്രം കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇത് അടുത്തായി സോസ് പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ബർഗർ ബൺ അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മഫിൻ ടോസ് ചെയ്തെടുക്കാം. ഇതിൽ ശരിക്കും ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് മഫിൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ലോക്കലിൽ കിട്ടുന്ന ബണ്ണ് അല്ലാന്നുണ്ടെങ്കിൽ ബെന്ന് ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെഗുലർ ബ്രെഡ് ആയാലും കുഴപ്പമില്ല. അടുത്തതായി ഒരു പ്ലേറ്റിലേക്ക് നാപ്കിൻ ഇട്ട് നമ്മൾ നേരത്തെ പോച്ച് ചെയ്ത എഗ്ഗ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് പോച്ച് ചെയ്ത എഗ്ഗിലെ വെള്ളം നാപ്കിനിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നാപ്കിൻ അതിന്റെ മുകളിൽ വിട്ട് ഇതിലെ വെള്ളം നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റിലേക്ക് നേരത്തെ ടോസ് ചെയ്തെടുത്ത ബ്രെഡ് എടുത്ത് നമുക്ക് വെക്കാം. അതിനുശേഷം ഒറിജിനൽ റെസിപ്പിയിൽ ഉപയോഗിക്കുന്നത് കനേഡിയൻ ബേക്കൺ ആണെങ്കിലും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ബീഫ് സലാമിയാണ്. അടുത്തതായിട്ട് നേരത്തെ നമ്മൾ പോച്ച് ചെയ്ത എഗ്ഗ് ഇതിന്റെ മുകളിലേക്ക് 1 by 1 ആയിട്ട് വെക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ഹോളൻഡൈസ് സോസ് ഓരോ പോച്ച്ഡ് എഗ്ഗിന്റെ മുകളിലേക്ക് നൈസായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഫൈനലി ഗാർണിഷ് ചെയ്യാനായിട്ട് സ്മോക്ക് പാപ്രിക്ക അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. നൗ വി ഹാവ് ദ ഫൈനൽ പ്രോഡക്റ്റ് എഗ് ബെനഡിക്ട്. കുക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എവറി വീക്ക് ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതി ചോദിച്ചാൽ മതി. പേഴ്സണലി ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ until I see you next time, bye bye.